എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമാ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നുണക്കുഴി എന്ന് പറയുന്ന പുതിയ സിനിമ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പോയി കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എന്നിലുള്ളിലെ പ്രേക്ഷകനെ ആ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ എന്താണ്, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് യോജിക്കുന്നവർ യോജിക്കാം, അല്ലാത്തവർക്ക് വിയോജിക്കാം. മോഹൻലാൽ, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നേര് എന്ന ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നുണക്കുഴി. ഗ്രേസ് ആൻ്റണി, ബൈജു സന്തോഷ്, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, അൽതാഫ് സലീം, നിഖില വിമൽ, ലെന, ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ആശീർവാദ് റിലീസാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചിട്ടുള്ളത്. അതായത് കൂമൻ, 12th മാൻ, മോഹൻലാലിൻ്റെ 12th മാൻ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥ എഴുതിയ KR കൃഷ്ണകുമാറാണ് നുണക്കുഴിയുടെ തിരക്കഥാകൃത്ത്. അതായത് നുണക്കുഴി എന്ന് പറഞ്ഞാൽ എന്താണ്, സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളിൽ നുണകളും, അതായത് ഒരു കാര്യത്തിന് നമ്മൾ ഇതായിട്ട് അതിനെ ചുറ്റിപ്പറ്റി ആ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാനാവാണ്ട് അതിൽ നുണകൾ നമ്മൾ പറയും. അതിന് മുകളിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുക, അതിന് മുകളിൽ വീണ്ടും നുണകൾ പറഞ്ഞ് കെട്ടിപ്പൊക്കുന്ന ഒരു നുണക്കെട്ടിടം, അല്ലാണ്ട് നുണകളുടെ ഒരു കൂടാരം. അതാണ് ഈ സിനിമയുടെ ഒരു ചെറിയൊരു കഥാതന്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സിനിമയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഓളത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു പോകുന്ന ഒരു സിനിമയാണിത്. അല്ലാതെ പ്രേക്ഷകന് നമ്മൾ ജിത്തു ജോസഫിനെ മറ്റു സിനിമകൾ പോലെ, അതായത് നേര്, കൂമൻ, 12th മാൻ, ദൃശ്യം എന്ന് ഉള്ള സിനിമകൾ പോലെ ഒരു ആകാംക്ഷയോ ഒരു ട്വിസ്റ്റോ ഈ സിനിമയിലില്ല. നമുക്കിങ്ങനെ തുടർച്ചയായി ഒരു ഓളം പോലെ കണ്ടിരുന്നു പോകാൻ പറ്റിയ ഒരു സിനിമയാണിത്. വലിയ കോടീശ്വരനായ ഒരു അച്ഛൻ്റെ മകൻ, അവൻ അച്ഛൻ്റെ മരണശേഷം, പിതാവിൻ്റെ മരണശേഷം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആകുന്നു. അത് എബി സക്കറിയ എന്ന് പറയുന്ന പയ്യൻ. ആ എബി സക്കറിയ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബേസിൽ ജോസഫാണ്. അപ്പോൾ വലിയ പക്വതയൊന്നും വന്നിട്ടില്ലാത്ത പയ്യൻ്റെ അബദ്ധങ്ങളിൽ, ബേസിൽ ജോസഫിൻ്റെ ചില അബദ്ധങ്ങളിൽ, ചില കുരുത്തക്കേടുകൾ, നമ്മൾ പറയില്ല, കുരുത്തക്കേടുകളും പിന്നെ ആ അബദ്ധങ്ങൾ പരിഹരിക്കാനായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന ചില കൃത്യങ്ങളുമാണ് ഇതിൽ സിനിമയുടെ കഥാതന്ത്രം. അത് അങ്ങനെയാണ് സിനിമ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ചില കഥാപാത്രങ്ങളെല്ലാം വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അവരുടേതായ കോമഡികളൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ അമ്മയുടെ വാവ എന്ന ഒരു കുട്ടിയാണിത് ബേസിൽ ജോസഫ്. ആള് കമ്പനിയുടെ MD ആണെന്നെങ്കിലും അയാൾക്ക് അതിനുള്ള പക്വതയൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് എവിടെ വേണമെങ്കിലും ഞാനൊരു റിച്ച് മാനാണ്, ഞാൻ കമ്പനിയുടെ MD ആണ് എന്ന് അല്ലാതെ എവിടെയും ഇങ്ങനെ വായിട്ടലക്കുമെന്ന് പറയില്ല, വായതോരാതെ ഇങ്ങനെ പറയുന്ന ഒരു കഥാപാത്രമാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിസിറ്റിംഗ് കാർഡുകൾ ഇങ്ങനെ കുറേ ബേഴ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതാണ് എല്ലാവരെയും കാണിക്കുന്നത്, ഞാനൊരു റിച്ച് മാൻ എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞെങ്കിൽ കൂടി ഇപ്പോൾ ഒരു അമ്മയുടെ ഒരു വാവക്കുട്ടിയാണ് പുള്ളി. ഇതിൽ നമ്മൾ നോക്കിയാൽ എങ്ങനെയൊക്കെയോ ഒരു കോമഡി സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നല്ലപോലെ ജിത്തു ജോസഫും തിരക്കഥാകൃത്തും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സിനിമകളിൽ അഭിനേതാക്കളുടെ പെർഫോമൻസ് ഒന്ന് പാളിച്ചാൽ സിനിമയുടെ മൂഡ് തന്നെ നമുക്കൊരു പെട്ടെന്ന് താഴേക്ക് വരും. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ അഭിനേതാക്കളെല്ലാവരും നല്ല കിടുവായിട്ട്, എവിടെയും ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള സീനുകൾ ഉള്ളതായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. നമുക്കൊരു ഓളത്തിൽ ഇങ്ങനെ കണ്ടിരുന്ന് പോകുന്ന ഒരു സാധാരണ പ്രേക്ഷകന് കണ്ടിരുന്ന് പോകാൻ പറ്റിയ ഒരു സിനിമയാണിത്. ബേസിൽ ജോസഫ് തൻ്റെ കോമഡി ടൈമും കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും ഒരു നല്ല അഭിനേതാവ് എന്ന നിലയിൽ നല്ലപോലെ ജനങ്ങളെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നായികയായിട്ട് വന്നത്, നായിക എന്ന് പറയുമ്പോൾ മറ്റൊരു കഥാപാത്രമാണത്, ഗ്രേസ് ആൻ്റണി. അത് ബേസിൽ ജോസഫിൻ്റെ ഭാര്യ അല്ല എങ്കിൽ കൂടി ഗ്രേസ് ആൻ്റണിയാണ് ഇതിൽ കൂടുതൽ നേരം ഒരു നായികയുടെ റോളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഗ്രേസ് ആൻ്റണിയുടെ പെർഫോമൻസും ഇതിലെടുത്തു പറയേണ്ടതാണ്. കോമഡി നന്നായി കൈകാര്യം ചെയ്യുക എന്നത് കൈകേടി അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ബൈജുവിൻ്റെ പോലീസ് വേഷം അത് വളരെ കിടുവായിട്ട് നന്നായിട്ടുണ്ട്. പക്ഷെ അജു വർഗീസ് ഉണ്ട്. പക്ഷെ അജു വർഗീസിനൊന്നും അത്രയ്ക്കും കോമഡി സീൻ ഇല്ലെങ്കിൽ കൂടിയും ആ റോളുകളെല്ലാം നല്ല രീതിയിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കോമഡി സീൻ ചെയ്ത കഥാപാത്രങ്ങളാണ് സിദ്ദിഖ് അടിപൊളി സൂപ്പർ കോമഡി ആയിട്ടുണ്ട്. പിന്നെ മനോജ് കെ നന്നായിട്ടുണ്ട്, അൽതാഫ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവർ 4 പേരും നല്ല രീതിയിൽ ബേസിൽ ജോസഫ്, ഗ്രേസ് ആൻ്റണി, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അൽതാഫ്, അതുകൂടാതെ ബൈജു, ഇവരെല്ലാം സൂപ്പറായിട്ടുണ്ട്. നമ്മളെ എല്ലാവരും ചിരിപ്പിക്കാൻ പറ്റിയ ഒരു കിടു കോമ്പിനേഷൻ, കിടു പെർഫോമൻസാണ് ഇവരെല്ലാവരും കൂടി നമുക്ക് വേണ്ടി
തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ കഥ തുടങ്ങി ഒരു ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്കൊരു ബോറടി പോലെ തോന്നും, ഒരു ലാഗിങ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കോമഡിയുടെ ഒരു മാലപ്പടക്കം പോലെ പൊട്ടുകയാണ്. അതുകൊണ്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടാണ് ഒരു നല്ലൊരു കോമഡി സീനും ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് ഇട്ടിട്ട് ആണ് സിനിമ തീരുന്നത്. അപ്പോൾ അതിലെഴുതി കാണിക്കുന്നു ടു ബി കണ്ടിന്യൂഡ്. അപ്പോൾ രണ്ടാം ഭാഗം അതിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ മലയാള സിനിമയിലും രണ്ടാം ഭാഗമായിട്ട് എഴുതി കാണിക്കുന്നത് നമുക്ക് എല്ലാതും കാണാനായിട്ട് സാധിക്കും. തലവനായാലും ഗോളമായാലും അതുപോലെ ഒട്ടുമിക്ക സിനിമകളും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു രണ്ടാം ഭാഗത്തിന് ചാൻസ് തുറന്നിട്ടിട്ടാണ് അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയിൽ ഇപ്പോൾ. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ശരാശരി പ്രേക്ഷകനെ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു സിനിമയാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു എബവ് ഏവറേജിൽ നിൽക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സിനിമാ തിയേറ്ററിൽ പോവുക. എന്നിലുള്ള പ്രേക്ഷകനെ ഇത് തൃപ്തിപ്പെടുത്തിയ സിനിമയാണിത്.